അല്പസമയം മുമ്പ് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അത് വീഡിയോ രൂപത്തിൽ തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കണമെന്ന് തോന്നി. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു ഇഫ്താർ ഉണ്ടായിരുന്നു. ആ ഇഫ്താറിൽ കണ്ട ഒരു കാഴ്ച, വലിയൊരു കാഴ്ച. നമുക്കറിയാം, നടൻ ആസിഫ് അലിയും സംഗീത സംവിധായകൻ രമേശ് നാരായണനും ആയിട്ടൊരു വിഷയമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ആ വിഷയമുണ്ടായിരുന്നു, ഒരു വർഷമായി. അത് വലിയ രീതിയിൽ വാർത്തയ്ക്ക് ഇടം പിടിക്കുകയും ചെയ്തു. പിന്നീട് അതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സോൾവ് ആക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർ നേരിട്ട് കണ്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. ആ വീഡിയോ ആരെയും മനസ്സലിയിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. അത് ആസിഫ് അലിക്കേ കഴിയുള്ളൂ, ആസിഫ് അലിയെ കൊണ്ട് മാത്രമേ അങ്ങനെ കഴിയുള്ളൂ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആസിഫ് അലി ആ ഇഫ്താർ പാർട്ടിക്ക് ഇടയിൽ വെച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ എന്താ പറയുക നിങ്ങളോട് എന്ന ആ ശബ്ദത്തോടു കൂടി അവർ തമ്മിലുള്ള ആലിംഗനം. അത് വലിയൊരു സന്ദേശമാണ്, ഇഫ്താർ സന്ദേശം. ആ വീഡിയോ ഒന്ന് കാണണം നിങ്ങൾ. എന്താ പറയാ ഞാനെന്താ പറയാ ഞാനെന്താ പറയാ ആ വീഡിയോയ്ക്കടിയിൽ വന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ചു. ആ വീഡിയോയ്ക്കടിയിൽ നിരവധി ആളുകൾ ആ വീഡിയോയ്ക്കടിയിൽ കമൻറ്റുകൾ വന്നത് വളരെ പോസിറ്റീവ് കമൻറ്റ്. ഇഫ്താർ സംഗമം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം എന്ന് തന്നെയാണ് ആ കമൻറ്റിൽ വരുന്നത്. അതാണ് ഒരു മതസൗഹാർദ്ദത്തെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടക്കുന്നു. ഒരു ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിക്കുന്ന ഒരു സംഗമമായിരുന്നു ഇഫ്താർ സംഗമം. അവിടെ വെച്ചാണ് ഈ ആസിഫ് അലി ഇത്തരമൊരു വലിയ വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ആ വാർത്തയ്ക്ക് ഇടം പിടിച്ച അദ്ദേഹവുമായി, ആ സംഗീത സംവിധായകനുമായി ചേർത്ത് പിടിച്ചുള്ള ആ വാക്കുകൾ, ഞാൻ എന്താണ് പറയുക എന്ന് ചോദിച്ച ആ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇങ്ങനെ ആകണം മനുഷ്യർ, ഇതാണ് മനുഷ്യരായാൽ ഇങ്ങനെയാകണം. എല്ലാം സഹിക്കാനും ക്ഷമിക്കാനും കഴിവുള്ളവൻ മാത്രമേ ഉള്ളൂ അവൻ യഥാർത്ഥ മനുഷ്യസ്നേഹിയാകുകയുള്ളൂ. ആ മനുഷ്യസ്നേഹിയാണ് ആസിഫ് അലി എന്ന് ഒന്നും കൂടെ തെളിയിച്ചിരിക്കുന്നു. ആസിഫ് അലി എന്നും ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നും ജനിച്ചു വന്ന ആളാണ്. എന്ന് വെച്ചാൽ ഞാൻ ഉൾക്കൊള്ളുന്ന എൻ്റെ നാടായ തൊടുപുഴയ്ക്ക് അഭിമാനമായി മാറിയ ആസിഫ് അലിയാണ്. ആ തൊടുപുഴയിലൊരു ഗ്രാമം, കരിക്കോട് ഉണ്ടപ്ലാവ് എന്നൊരു ഗ്രാമത്തിൽ നിന്നും സാധാരണ മനുഷ്യനായി വന്ന ഈ ആസിഫ് അലി, അന്ന് ആ വിഷയം ഉണ്ടായപ്പോഴും എല്ലാം പൊരുത്തപ്പെട്ട് കൊടുത്ത ഒരു ആസിഫ് അലി നാളുകൾക്ക് ശേഷം, ഒരു വർഷത്തിന് ശേഷം അവരെ കാണുമ്പോൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് ആ വാക്കുകൾ പറയണമെങ്കിൽ ആസിഫ് അലിക്ക് മാത്രമേ കഴിയുള്ളൂ. ആസിഫ് അലിയെ പോലെ എല്ലാവരും ചിന്തിച്ചാൽ ഈ രാജ്യത്ത് ഒരു പ്രശ്നവുമില്ലാതെ, വർഗീയ ലഹള പോലും ഇല്ലാതെ ഒരുമിച്ച് പോകാൻ കഴിയും. അത് ഇഫ്താറിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ഇന്ന് കണ്ട ഈ കാഴ്ച. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.